30 വയസ്സ് പിന്നിട്ടിട്ടും അവിവാഹിതരായി തുടരുന്ന നിരവധി ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട്. സർക്കാർ ജോലിയോ ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസോ ഒന്നും അവകാശപ്പെടാനില്ലാത്തതുകൊണ്ട് തന്നെ വിവാഹം എന്ന സ്വപ്നം അവർക്ക് ഇപ്പോഴും അകലെയാണ്. ഇതിനിടയിൽ കാവ്യബാല എന്നൊരു പെൺകുട്ടി കുറച്ചു മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ ഒരു കുറിപ്പ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. കൂലിപ്പണിക്കാരനെ വിവാഹം കഴിച്ചതിനെ പരിഹസിച്ച കൂട്ടുകാരികൾക്ക് കാവ്യ നൽകിയ മറുപടി പോസ്റ്റായിരുന്നു അത്. കാവ്യയുടെ ഈ പോസ്റ്റ് വലിയ ഒരു സന്ദേശം തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിന് നൽകുന്നത്. പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: നിനക്ക് വല്ല സർക്കാർ ജോലിക്കാരനെയും കെട്ടിക്കൂടായിരുന്നോ പെണ്ണെ? ഒന്നുമില്ലെങ്കിലും സ്ഥിരജോലിയുള്ള ഏതെങ്കിലും ചെറുക്കനെയെങ്കിലും നോക്കിക്കൂടായിരുന്നോ പെണ്ണെ? എന്തിനാ വെറുതെ ചെറുപ്പത്തിലെ വിവാഹം കഴിച്ച് വിവാഹം ബോറാക്കിയത് എന്ന് ചോദിക്കുന്ന ചില ചങ്ക് സുഹൃത്തുക്കളാണ് എന്നെ ഈ പോസ്റ്റിടാൻ പ്രകോപിപ്പിച്ചത്. സർക്കാർ ജോലിക്കാരനെ കാത്തിരിക്കുന്ന നിങ്ങളോട് ഒരു കൂലിപ്പണിക്കാരനെ കെട്ടിയ എന്റെ ചില നല്ല നല്ല നിമിഷങ്ങളും സന്തോഷങ്ങളും ഞാനിവിടെ പങ്കുവെക്കട്ടെ. അതിനു മുൻപ് ഈ ജീവിതത്തോടെ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിനുള്ള ടിപ്സും ഞാൻ പറഞ്ഞു തരാം. ടിപ്പ് നമ്പർ 1: എന്റെ അച്ഛൻ സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട ചുമട്ടുതൊഴിലാളിയാണ്. ടിപ്പ് നമ്പർ 2: സാധാരണ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അച്ഛൻ വാങ്ങിത്തരുന്ന എന്തിലും ഞാൻ തൃപ്തനായിരുന്നു. ടിപ്പ് നമ്പർ 3: ജീവിതത്തിൽ സ്നേഹത്തിനായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിച്ചത്. അമിതമായുള്ള ആത്മാർത്ഥത കൊണ്ട് ഒരുപാട് പണിയും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ടിപ്പ് നമ്പർ 4: എന്നും ഇപ്പോഴും ഞാൻ ആരെയും അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഉള്ളതുകൊണ്ട് ഫ്രീക്കായി അങ്ങ് നടക്കും. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. സുഹൃത്തുക്കൾ കളിയാക്കും പോലെ വളരെ ചെറിയ പ്രായത്തിൽ വിവാഹിതരായവരാണ് ഞാനും എന്റെ കെട്ടിയോനും. പക്ഷേ ഇന്നുവരെ ഒന്നിന്റെയും വിഷമം ഞാൻ അറിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാനൊരു ഭാര്യ മാത്രമല്ല, ഒരു അമ്മ കൂടിയാണ് എന്നത്. സന്തോഷത്തെക്കാൾ കൂടുതൽ ടെൻഷനും ഉണ്ടായിരുന്നു, മുൻപിലേക്കുള്ള ചിലവിന്റെ കാര്യമോർത്ത്. അന്ന് രാഹുലേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു: നീ എന്തിനാണ് ഈ ടെൻഷൻ അടിക്കുന്നത്, ഞാനില്ലേ ഇവിടെയെന്ന്. പിന്നീട് അങ്ങോട്ട് പുതിയ ജീവിതത്തിലേക്കും പുതിയ അനുഭവത്തിലേക്കുമുള്ള നെട്ടോട്ടമായിരുന്നു. എനിക്ക് 4-ാം മാസമാണ് രാഹുലേട്ടന് സുഹൃത്തു വഴി ഇപ്പോഴുള്ള ജോലിയിലേക്കുള്ള പ്രവേശനം. അതെ, തേപ്പിന്റെ പണി. പണിക്കിടയിൽ ചായ കുടിക്കാനുള്ള സമയത്തിനിടയിൽ എന്നെ വെറുതെ ഒന്ന് വിളിക്കും. ആ ഒരു വിളി എനിക്ക് വലിയ ആശ്വാസമാണ്. എല്ലാ ടെൻഷനും ഇല്ലാതാവാൻ ഒരു ഒറ്റമൂലി. ഏകദേശം 1 മണിയാകുമ്പോഴേക്കും ഞാനും അമ്മയും ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി വെക്കും. ഞാൻ മാത്രം കഴിക്കില്ല. എന്റെ ഭക്ഷണ സമയം 2:15. ആ സമയത്താകും രാഹുലേട്ടൻ വരിക. ഗർഭിണികളായ പെൺകുട്ടികളെല്ലാം നേരത്തെ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞിരുന്ന കാലം. രാഹുലേട്ടന്റെ പഴയ ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ആ സമയം ഞാൻ വീടിന്റെ പുറത്തിറങ്ങിയിട്ടുണ്ടാകും. കാരണം പണ്ട് അച്ഛനുള്ളപ്പോൾ ചെറുപ്പത്തിൽ പലഹാരപ്പൊതികൾക്ക് വേണ്ടി കാത്തിരുന്നത് പോലെ ഞാനും രാഹുലേട്ടൻ കഴിക്കാൻ കൊണ്ടുവരുന്നതിനായി കാത്തിരിക്കും. ആ പൊതിയിലെ മുഴുവൻ കഴിച്ചാലും എന്റെ വിശപ്പ് മാറില്ല. പാറു ഉള്ളിലിരുന്ന മൊത്തം അടിച്ചുമാറ്റുന്നുണ്ടാകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും. വന്ന പാടെ രാഹുലേട്ടൻ ബാക്കി പൈസ എന്റെ കയ്യിൽ തരും. ആ പൈസയ്ക്ക് രാഹുലേട്ടന്റെ വിയർപ്പിന്റെ മണമായിരുന്നു. കയ്യിലും കാലിലും സിമന്റ് പറ്റിയ പാടുകളും ചെളികളും ഉണ്ടാകും. വീട്ടിൽ ഒച്ചയും അനക്കവും വരുന്നത് അപ്പോഴാണ്. പ്രസവം അടുക്കാറായപ്പോൾ ആദ്യത്തെ ഉഷാറൊന്നും എനിക്ക് ഇല്ലാതെയായി. കയ്യിലും കാലിലുമൊക്കെ നല്ല വേദന. നിൽക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥ. അപ്പോഴൊക്കെ രാഹുലേട്ടന്റെ സമീപനം എനിക്ക് ആത്മവിശ്വാസം തന്നിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. നാളെയാണ് ആ ദിവസം. പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞ ദിവസം. പൈസയുടെ കാര്യത്തിൽ ടെൻഷൻ ഒന്നുമില്ലെങ്കിലും എന്റെ കാര്യത്തിൽ മൂപ്പർക്ക് വലിയ ടെൻഷനായിരുന്നു. 2 ആഴ്ച കൂടുമ്പോഴുള്ള ചെക്കപ്പും മരുന്നിന്റെയും അല്ലാതെയുമുള്ള ചിലവുകൾ കഴിഞ്ഞ് ബാക്കി പൈസയൊക്കെ ഞങ്ങൾ സ്വരുക്കൂട്ടി വെച്ചിരുന്നു. ആശുപത്രിയിലെത്തി പിറ്റേ ദിവസം തന്നെ ചെറുതായി അസ്വസ്ഥതകൾ വന്നു തുടങ്ങി. വിവരം വാർഡ് സൂപ്രണ്ടിനെ അറിയിച്ചപ്പോൾ ഡോക്ടർ വന്നു നോക്കി. ഉടനെ തന്നെ ലേബർ റൂമിലേക്ക് മാറ്റാൻ ഡോക്ടർ പറയുകയും ചെയ്തു. അപ്പോഴാണ് അമ്മയുടെ ഒരു തമാശയും: 22-ാം വയസ്സിൽ ലേബർ റൂമിലെന്ന്. എനിക്ക് വലിയ തമാശയൊന്നും തോന്നിയില്ല. വേദന കൂടിത്തുടങ്ങിയപ്പോൾ എനിക്ക് രാഹുലേട്ടനെ കാണണമെന്ന് തോന്നി. അത് മാത്രമായിരുന്നു എനിക്ക് മനസ്സിലുണ്ടായിരുന്നത്. പ്രസവം സുഖമായി നടന്നു. ആഗ്രഹിച്ചതുപോലെ തന്നെ പെൺകുഞ്ഞ്. ഒന്നിനും ഒരു കുറവുമുണ്ടായിരുന്നില്ല. അന്നത്തെ പോലെ തന്നെ എനിക്കോ മോൾക്കോ യാതൊരുവിധ കുറവുമില്ല. അങ്ങനെ കുറവ് വരുത്താൻ രാഹുലേട്ടൻ സമ്മതിച്ചിട്ടുമില്ല. ഗുണപാഠം 1: കൂലിപ്പണിക്കാരന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ ഗർഭിണിയാവാതിരുന്നിട്ടില്ല. ഗുണപാഠം 2: സുഖപ്രസവം ആവാണ്ടിരുന്നില്ല. ഗുണപാഠം 3: കുഞ്ഞിന് തൂക്കക്കുറവുണ്ടായിരുന്നില്ല. ഗുണപാഠം 4: പട്ടിണി കിടന്നിട്ടില്ല. സ്നേഹത്തിന് ഒരു കുറവുമുണ്ടായിട്ടില്ല. ഞാൻ പഴയതിലും നന്നായതല്ലാതെ മെലിഞ്ഞിട്ടില്ല. ജോലി സർക്കാർ ജോലിയാണെങ്കിലും കൂലിപ്പണിയാണെങ്കിലും സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിക്കും. നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, എന്ത് കരുതുന്നു എന്ന് മാറ്റി നിർത്തിയാൽ തന്നെ നമ്മുടെ ജീവിതം പകുതി സന്തോഷമുള്ളതായി തീരും. ഇങ്ങനെയായിരുന്നു കാവ്യ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇവിടെ സ്വകാര്യത മാനിച്ച ഈ വീഡിയോയിൽ കാവ്യയുടെയും ഭർത്താവിന്റെയും യഥാർത്ഥ ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ദയവായി ക്ഷമിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.